അടുത്തത് ഡിസ്റ്റോട്ട്. ഡിസ്റ്റോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാർപ്പ് ചെയ്യണ പോലെയാണ്, കുറച്ച് അങ്ങോട്ട് വളയ്ക്കാതിരിക്കുക. ഉള്ള ഷേപ്പിനെ അതിനെ സെലക്ട് ചെയ്തിട്ട് അങ്ങോട്ടാ. ഇത് പുഷ് എന്ന് പറയും. 3 ടൈപ്പ് ഡിസ്റ്റോട്ട് ഉണ്ട്, നമ്മുടെ കാണാൻ പറ്റും. ഫസ്റ്റ് ഉള്ളത് പുഷ് ആൻഡ് പുള്ള്, രണ്ടാമത്തെ സിപ്പർ, മൂന്നാമത്തെ ട്വിസ്റ്റർ. പേര് പോലത്തെ ഇത് ഫസ്റ്റ് പുഷ്, ഒരാളെ പുഷ് ചെയ്താലും ഉള്ള ഒരു സാധനമാണ് ഇത്. പുഷും ചെയ്യുക, പുള്ളും ചെയ്യുക, അങ്ങനെ കുറച്ച് ഉള്ളിൽ വലിയും ചെയ്യും, ഉള്ളിൽ നമ്മൾ എവിടെ നിന്നാണ് പിടിക്കണത് അതിനനുസരിച്ച്. ഞാൻ ഇവിടെ നിന്നാണ് പിടിക്കണമെന്ന് പറയുന്നത് ഇവിടെ നിന്നായിരിക്കും അതിൻ്റെ എഫക്റ്റ് വരിക. ഉണ്ടാ ഇത് എക്സാക്ട്ലി എത്ര മെഷർമെന്റ് വേണമെന്ന് ഒരു അളവൊന്നും ഇതിന് കറക്റ്റായിട്ട് കിട്ടില്ല. നമുക്ക് തോന്നുന്ന പോലെ കൊടുക്കാം. ഇവിടെ എത്ര ഇത് കൊടുത്തു എന്നുള്ളതിൻ്റെ അളവ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഔട്ട്ലൈനിൽ സെയിം ഔട്ട്പുട്ട് ഇനി ഒന്നും കൂടി വരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. നമ്മൾ ഏത് പൊസിഷനിലാണ് ക്ലിക്ക് ചെയ്തതെന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അടുത്തത് സിപ്പർ പറയുമ്പോൾ എന്തായിരിക്കും? ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടാ ഒരു പൊട്ടിത്തെറി പോലെയുള്ള സിപ്പർ. ട്വിസ്റ്റർ പറയുമ്പോൾ പേരിൽ പോലെ തന്നെ സലീം കുമാർ പറഞ്ഞ പോലെ ട്വിസ്റ്റ്, ഒരു ട്വിസ്റ്റ് ഉണ്ടാവും മൊത്തത്തിൽ. എന്നിട്ട് നമുക്ക് ഇനിയും തിരിച്ചു കഴിഞ്ഞാൽ ഇനി ട്വിസ്റ്റ് ചെയ്യാം, അങ്ങനെ തിരിച്ചാൽ മൊത്തത്തിൽ ട്വിസ്റ്റ് ആയിരിക്കും. ഇത് ചില ഡിസൈൻ വർക്കൊക്കെ നമുക്ക് പുറത്തുനിന്ന് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് വെച്ചിട്ട് തന്നെ എന്തെങ്കിലും ബമ്പർ ഓഫർ പറഞ്ഞ് ബാക്കിൽ ലെറ്റർ കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഡിസൈനായി തന്നെ. അപ്പോൾ ആർക്കും അറിയില്ല എവിടെ നിന്നാണ് കിട്ടിയ ശരി, ഇതൊക്കെ ഞങ്ങൾ ട്വിസ്റ്റ് വഴി ഉണ്ടാക്കിയതാണ് പറയാൻ. ഓക്കെ, ഇത്രയാണ് അതിൽ വരുന്നത് ഡിസ്റ്റോട്ടിൽ. ഇതൊക്കെ ഷേപ്പിന്റെ എഫക്റ്റ് ആണ് കേട്ടാ. കാരണം ഷേപ്പിൽ ഫോട്ടോഷോപ്പിൽ ഇങ്ങനത്തെ എഫക്ട്സ് ഒന്നും ഇല്ല. അടുത്ത ഡ്രോപ്പ് ഷാഡോ. ഫോട്ടോഷോപ്പിൽ ഡ്രോപ്പ് ഷാഡോ പോലെ തന്നെ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ചും ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ ഒരു ഷാഡോ വരും. ബിൽഡ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. കണ്ടാ അതിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് വീണ്ടും വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അവിടെ കുറച്ച് നീക്കി കൊണ്ടുവെക്കാം, മുകളിൽ കൊണ്ടുവെക്കാം. ഇത് കുറച്ച് ഈ എഫക്ട്സിനൊക്കെ കുറേ പ്രീസെറ്റ്സ് ഉണ്ട്, ഇത് അവിടെ കാണാൻ പറ്റും. ഇതിൽ പോയി കഴിഞ്ഞാൽ പ്രിവ്യൂ നമുക്ക് ഇവിടെ കാണാൻ കണ്ട. അവിടുത്തെ ഡ്രോപ്പ് ഷാഡോ അങ്ങനെയാണ്, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ ഡ്രോപ്പ് ഷാഡോ ബിൽഡ് ചെയ്യും. ഞാൻ വലിയ ഒബ്ജക്റ്റ് ആക്കി വരച്ചിട്ടുണ്ട്, അത്രയും ലാഗ് ആവുന്നത് കണ്ട. ഡോക്യുമെന്റ് സൈസ് ഇതാണ്, ചെറുതാണ്. ബോക്സ് ഞാൻ വലുതായി വരച്ചിട്ടാണ്, അതുകൊണ്ട് ഇത്രയും ഡിലേ ആവുന്നത്. ചെറുതാക്കി വരച്ചാൽ പെട്ടെന്ന് വരും. ഇത് ലാസ്റ്റ് ബാച്ചിൽ ചില കുട്ടികളുണ്ട് ഇത്രയ്ക്ക് വലുതായി വരച്ചിട്ട് സാർ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വരുന്നു പറയും. അങ്ങനെ ഒരു മെസ്സേജ്, കാരണം ഇതിന് അപ്പുറം ഇല്ല. മാക്സിമം അൺലിമിറ്റഡ് ഏരിയയിലാണ് വന്നിരിക്കുന്നത്. കണ്ട, സൂം എക്സ്റ്റീഡ് ലെവലിലാണ് കാണിക്കുന്നത്. ഇതിന് പോയി അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സിസ്റ്റം ഹാങ് ആവും. അതിൻ്റെ ആക്ച്വൽ സൈസ് ഇതാണ്. ഇങ്ങനെ ഇതിലേക്ക് ഇത്രയും അതിൻ്റെ ഒറിജിനൽ സൈസിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹാങ് ആവില്ല. ഓക്കെ, ഇനി ഞാൻ ഡ്രോപ്പ് ഷാഡോ കൊടുത്ത് നോക്കാം, നോക്കട്ടെ. കണ്ട, പെട്ടെന്ന് വന്നു. മറ്റേത് കുറച്ച് സമയം എടുത്തു. അതിന് പ്രീസെറ്റ്സ് പോയി കഴിഞ്ഞാൽ അതിൽ ഓരോ ഡ്രോപ്പ് ഷാഡോവും കാണാൻ പറ്റും. കണ്ട, ഇതൊരു റിഫ്ലക്ഷൻ്റെ ഷാഡോ. പിന്നെ വേറെ സംഭവമുണ്ട്, സ്മാൾ ഗ്ലോ. പുറത്തുനിന്നൊരു ഫെയ്ഡ് 4 ഭാഗത്തുനിന്ന് ഫെയ്ഡ് വരുന്ന പോലെ. നമുക്കിത് അവിടെ നിന്ന് കൂട്ടാം, ഇവിടുന്ന് ഡിസ്റ്റൻസ് കൂട്ടാം. അതിൻ്റെ കളർ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കണ്ട് കളർ അതിന് ഗ്രീൻ കൊടുത്തു കഴിഞ്ഞാൽ ഗ്രീൻ ഷാഡോ ആയി. ഓക്കെ, പിന്നെ ബ്ലെൻഡിങ് മോഡ് ഇവിടെ ഉണ്ട്. മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓരോന്ന് മാറും. നോർമലി തന്നെ ഫോളോ ചെയ്യാം. ബ്ലാക്ക് ആയിരിക്കും ഡിഫാൾട്ടായിട്ട് ഉണ്ടാവുക, നല്ല ഷാഡോ ആയിട്ട് തോന്നും. അതായത് ഗ്ലോ ആക്കി നിങ്ങൾക്ക് വർക്ക് ചെയ്യണം പറഞ്ഞാൽ ഇതിനെ കളർ മാറ്റിയാൽ മതി. ഓക്കെ, അടുത്തത് എൻവലപ്പ്. എൻവലപ്പ് പറഞ്ഞാൽ അങ്ങനെ ഒരു ബെൻഡ് ചെയ്യാം. ഓരോ ഷേപ്പിനെയും ഓരോ ആകൃതിയിൽ ബെൻഡ് ചെയ്തെടുക്കാനാണ് എൻവലപ്പ്. ഡിസ്റ്റോർട്ട് പോലെ തന്നെ ഇതിന് ഓരോ ആംഗിൾ അനുസരിച്ച് നമുക്ക് മാറ്റാം.
ഇതിന് കുറച്ചും കൂടി യൂസ്ഫുൾ എവിടെ പറഞ്ഞാൽ ടെക്സ്റ്റിൽ പോലുള്ള ലെറ്ററുകളാണ്. ടെക്സ്റ്റ് എടുത്തിട്ട് ഇപ്പം ഞാൻ കാണിച്ച സാധനം ടെക്സ്റ്റിലും വർക്ക് ചെയ്യാം കേട്ടോ. ഞാൻ ഷേപ്പിൽ എക്സാമ്പിളായിട്ട് കാണിക്കണമെന്നുള്ളൂ. ഞാൻ ടെക്സ്റ്റിന്ന് ടൈപ്പ് ചെയ്തിട്ട് മുന്നേ കാണിച്ച സാധനത്തിൻ്റെ കോണ്ടൂർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ട ടെക്സ്റ്റിലും ഒക്കെ എഫക്റ്റ് ഒക്കെ വരും. ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് അതിൽ കാണിക്കണമെന്നുള്ളൂ. അപ്പോൾ ഈ എൻവലപ്പിൻ്റെ കാര്യത്തിൽ ടെക്സ്റ്റ് കുറച്ച് യൂസ്ഫുള്ളാണ്. ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ടെക്സ്റ്റിനെ ഇങ്ങനെ ബെൻഡ് ചെയ്യിക്കുക. ചില പഴയകാല ലോഗോകളൊക്കെ അങ്ങനത്തെ ഒരു എഫക്റ്റ് ഒക്കെ ചെയ്ത ലോഗോ ഉണ്ട്. ഗോകുലം എന്നൊക്കെ ലെറ്റർ കണ്ടില്ലേ, ഗോകുലം ചിറ്റ്സിൻ്റെ ഒക്കെ കണ്ടോ നിങ്ങൾ? ഗോകുലം ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ കുറേ എഴുതിയിട്ട് ഇങ്ങനെയൊക്കെ എഫക്റ്റ് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ പഴയ പോലെ തന്നെ ആക്കണം പറയുന്ന എൻവലപ്പ് എടുക്കാതെ അവിടെ പോയി കഴിഞ്ഞാൽ മതി. ക്ലിയർ എൻവലപ്പ് കൊടുത്താൽ പഴയ പോലെ ആവും. ഓക്കെ, അടുത്തത് എക്സ്ട്രൂഡ്. എക്സ്ട്രൂഡ് പറഞ്ഞാൽ ഒരു ബോക്സ് പോലെ ക്രിയേറ്റ് ചെയ്യാനാണ്. ഇതിനെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ സെലക്ട് ചെയ്തിട്ടില്ല, ഇത് ബോക്സ് വരും. ഇവിടെ പ്രീസെറ്റ്സ് ഉണ്ട്, പ്രീസെറ്റ്സ് നോക്കി അറിയാൻ മതി അല്ലേ. ഒരു 3D ബോക്സ് പോലെ ഫീൽ വന്നിട്ട് നമുക്ക് അതിൻ്റെ ഡയറക്ഷനൊക്കെ നമുക്ക് മാറ്റാം. അതേപോലെ ടെക്സ്റ്റിലും നമുക്ക് അതുപോലെ ചെയ്യാം. അതേപോലെ എക്സ്ട്രൂഡ് കൊടുത്തിട്ട് അതിൻ്റെ ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മാറ്റാം. ഇത്രയും കൺട്രോൾ കെ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. കണ്ടാ, ക്രിയേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ആയി ടെക്സ്റ്റിൽ അവിടെ വന്നു. ഇനി ഇതിന് അൺഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നിനും സെപ്പറേറ്റ് കളർ കൊടുക്കാം. അതിനൊക്കെ ഡിലീറ്റ് ചെയ്യുക. ഇത് മാത്രം നമുക്ക് ഉണ്ടാവും, വേറെ കളർ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അതാണ് എക്സ്ട്രൂഡ്. അത് ഏറ്റവും താഴെ ട്രാൻസ്പെറൻസി. ഫോട്ടോഷോപ്പിലെ ഒപ്പാസിറ്റി ഇല്ലേ, അതേപോലെ തന്നെയാണ് ട്രാൻസ്പെറൻസി. ട്രാൻസ്പെറൻസി ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് രണ്ടെന്നുണ്ടാവുക. അതിനെ യൂണിഫോം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്പെറൻസി ഇത് അവിടെ കൂട്ടാം. കൂട്ടിക്കഴിഞ്ഞാൽ ഒപ്പാസിറ്റി കുറയ്ക്കുന്ന പോലെ ആയിരിക്കും വരിക. ട്രാൻസ്പെറൻസി 100% ആയി കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് കാണില്ല. ട്രാൻസ്പെറൻസി കുറയ്ക്കും തോറും ഒബ്ജക്റ്റ് പതുക്കെ കാണും. ഇതിൽ ഫസ്റ്റ് യൂണിഫോം ആണ് ഈ ഒപ്പാസിറ്റി. അടുത്തത് വന്നിട്ട് ലീനിയർ എന്ന് കാണിക്കും. ലീനിയർ ആയി കഴിഞ്ഞാൽ ഒരു ഭാഗത്തുനിന്ന് ഒരു ഭാഗത്തേക്ക് നമുക്ക് ഫെയ്ഡാക്കി കൊണ്ടുപോകണം പോലെ. ഓക്കെ, നമുക്ക് നമ്മുടെ ഫെയ്ഡ്നെസ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ ഒഴിവാക്കി നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒഴിവാകും. ഓക്കെ,